ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ നരച്ച മുടി നന്നായിട്ട് കറക്കാനും ഇനി നരയ്ക്കാൻ തുടങ്ങുന്ന മുടികളൊക്കെ ഉണ്ടാവില്ലേ, ആ മുടിയൊക്കെ നന്നായിട്ട് കറുപ്പ് കിട്ടാനൊക്കെ പറ്റിയ നല്ല ഒരു ഹെയർ സെറത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടുക മാത്രമല്ല, മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഈ ഒരു സെറം നിങ്ങൾക്ക് സഹായിക്കും കേട്ടോ. രാത്രി കിടക്കാൻ നേരത്ത് മുടിയിലെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം അല്പം എടുത്തിട്ട് നമ്മുടെ മുടിയിൽ നമ്മുടെ തലയോട്ടിയിൽ കേട്ടോ, തലയോട്ടി നല്ലോണം തേച്ച് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ നിന്ന് മസാജും കൂടെ ചെയ്തതിന് ശേഷം തലമുടി നല്ല വൃത്തി ഉണങ്ങണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം കെട്ടിവെച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് കഴുകി കളയുക. ഇത് സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെറം ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഹെയർ സെറം ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഈ 1.5 കപ്പ് വെള്ളത്തിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കണം, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഇട്ട് കൊടുക്കണം, 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ടേബിൾ സ്പൂൺ കണക്കിൽ വരുന്നത് ഉലുവയും ഗ്രാമ്പുമാണ്. ചായപ്പൊടി 2 ടേബിൾ സ്പൂണാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ, ടീസ്പൂണാണ്, 1 ടീസ്പൂൺ അളവിൽ കറിവേപ്പില വേണം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയല്ല, ഉണങ്ങിയ കുരുമുളക് തന്നെ മുഴുവനായിട്ട് വേണം കേട്ടോ, പൊടിച്ചൊന്നും ഇടരുത്. അപ്പോൾ കുരുമുളക് വേണം. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഒരു 5-6 തുളസിയുടെ ഇല വേണം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കണം. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ചായപ്പൊടി വേണം, ഗ്രാമ്പു വേണം, ഉലുവ വേണം, തുളസിയില വേണം, കറിവേപ്പില വേണം, ഇഞ്ചി വേണം, പിന്നെ വേണ്ടത് കുരുമുളക് വേണം. ഇത്ര 7 സംഭവങ്ങളാണ് ഇതിന് വേണ്ടത് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം അങ്ങ് തിളപ്പിച്ച് ആദ്യം നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക. എന്നിട്ട് തീ അങ്ങ് കുറച്ച് വെക്കുക. തീ കുറച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയുടെ ഗുണങ്ങളും ഗ്രാമ്പൂവിൻ്റെയും ആ കറിവേപ്പിലയും തുളസിയുടെയും ആ കുരുമുളകിൻ്റെ ഗുണങ്ങളെല്ലാം വെള്ളത്തിൽ അങ്ങ് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യം തീ കൂട്ടി വെക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക. എന്നിട്ട് ചൂടാറാൻ വയ്ക്കുക. എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പാവുന്ന വരെ, അതായത് നമ്മൾ 1.5 കപ്പ് വെള്ളമല്ലേ എടുത്തത്, അതൊരു 1/4 കപ്പാകുമ്പോഴത്തേക്കും നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മളത് ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് വയ്ക്കുക. ഏറ്റവും നല്ലത് ഒരു ചില്ല് ഡപ്പിയിൽ എടുത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ഏറ്റവും നമുക്ക് തലമുടിക്കൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിനേക്കാൾ നല്ലത് ചില്ല് പാത്രത്തിലാണ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതങ്ങനെ ആക്കി വെക്കട്ടെ. എന്നിട്ട് എല്ലാ ദിവസവും നമ്മുടെ തലമുടിയിൽ അങ്ങ് തേച്ച് കൊടുക്കുക. തലയോട്ടി ജസ്റ്റ് തേച്ച് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് മുടി നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി ഒന്ന് കെട്ടിവെക്കുക. അപ്പോൾ ഈ ഒരു ഹെയർ സെറം നമ്മൾ തലമുടി തേക്കുന്നതിന് മുന്നേ നമ്മുടെ തലമുടി നല്ലവണ്ണം ജടയൊക്കെ കളഞ്ഞ് കെട്ടെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ഈ ഒരു ഹെയർ സെറം നമ്മുടെ തലമുടി അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല കറുത്ത കളറായി കിട്ടോട്ടോ ഈ ഒരു ഹെയർ സെറം. കാരണം നമ്മൾ ചായപ്പൊടിയുടെ ആകെ ഒരു കറുപ്പ് കളറും, ഗ്രാമ്പു തിളപ്പിക്കുമ്പോൾ അത്യാവശ്യം നല്ല കളർ ഇളകും. പിന്നെ തുളസിയുടെ കറിവേപ്പിന് ആ കളറെല്ലാം ഇളകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു കറുത്ത കളറായിട്ട് കിട്ടും. അപ്പോൾ ചായപ്പൊടി നമുക്കറിയില്ല, നല്ല കറുത്ത കളർ തന്നെയാണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ഹെയർ സെറം ഡെയിലി നമ്മൾ തലമുടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവും. നരച്ച മുടികളൊക്കെ അത്യാവശ്യം പെട്ടെന്നൊന്നും നരയ്ക്കില്ല, എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് തേക്കുമ്പോൾ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നരയ്ക്കാൻ തുടങ്ങുന്ന മുടികളുണ്ടാവില്ല, അവർക്കാണ് ഏറ്റവും നല്ലത്. മുടിയുടെ നരയൊക്കെ മാറാനൊക്കെ അടിപൊളിയാണ്. സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ. അപ്പോൾ നമ്മൾ രാത്രി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് തലമുടി കഴുകാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ദിവസം ചെയ്യുമ്പം നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കാം കേട്ടോ. മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, മുടി നല്ല ഉള്ളോടെ വളരാനും നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനും ഈ ഒരു ടിപ്പ് സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നരച്ച മുടിയുള്ളവർക്ക് ഇപ്പോൾ നരയ്ക്കാൻ പോകുന്ന മുടിയുള്ളവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ആഗ്രഹമുള്ള കൂട്ടുകാരൊക്കെ ഈ ഒരു ടിപ്പ് നോക്കാം കേട്ടോ. സൂപ്പറാണ്.
ഭയങ്കര തണുപ്പും ചൂടുകാലമൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല കറക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ ഈ ഡ്രൈനെസ്സൊക്കെ മാറി നമുക്കൊരു ഹോം മെയ്ഡ് ഒരു ക്രീം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. മുമ്പത്തെ വീഡിയോ ഞാൻ ഒരു 4 ആഴ്ചകൾക്ക് മുമ്പുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അതിൽ ഞാൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല നമ്മുടെ മുഖത്തൊക്കെ തേക്കും മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ സ്കിന്നൊക്കെ ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം പാത്രമൊക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇതേ മുമ്പ് ഞാൻ നേരത്തെ ഒന്ന് തയ്യാറാക്കി വെച്ചിരുന്ന ക്രീമാണ്. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലെടുക്കുക. അതിലോട്ട് 2 വൈറ്റമിൻ ഇ ഗുളിക ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല്, 2 വൈറ്റമിൻ ഇ ഗുളിക. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടതോ ആൽമണ്ട് ഓയിൽ 5-6 തുള്ളി ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്കിന്നിന് എത്രത്തോളം ഓയിൽ വേണോ അതനുസരിച്ച് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3-4 തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷെ സൂപ്പറാട്ടോ. അതാക്കി നമ്മുടെ ക്രീം ഉണ്ട്, നല്ല ജെല്ല് പോലെ ഇരിക്കും. നമ്മുടെ കണ്ണിൻ്റെ താഴെ ഈ കറുപ്പൊക്കെ കുറയാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടില്ല, കണ്ണിൻ്റെ താഴെ കറുപ്പ് കുറയാനൊക്കെ അത് ഈ അലോവേറ ജെല്ല് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെറം നമുക്ക് കണ്ണിൻ്റെ താഴെയൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കുളിർമ കിട്ടും. അപ്പം ഞാൻ എന്തായാലും എൻ്റെ കണ്ണിൽ തേക്കുന്നില്ല, എൻ്റെ കയ്യിൽ തേച്ച് കൊടുക്കാമെന്ന് വെച്ചു. നല്ല മണമാട്ടെ, റോസ് വാട്ടറിൻ്റെയും ആ ആൽമണ്ട് ഓയിലിൻ്റെ ഒക്കെ നല്ല മണമാട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് തേച്ച് കൊടുക്കാറ്. തീരുമ്പോൾ ഞാൻ വീണ്ടും ആക്കി വെക്കും. ഇത് നമ്മുടെ ഫോൺസിൻ്റെ പണ്ടത്തെ ഒരു ഡെപ്പിയായിരുന്നു. നല്ല വൃത്തി കഴുകിയിട്ട് ഞാൻ ഇതിലോട്ടാണ് എല്ലാം എടുത്ത് വെക്കുന്നത്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അലോവേറ ജെല്ല് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ലൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഇതാട്ടോ നല്ലത്. അതാണെങ്കിൽ നമുക്കൊരു ക്രീമായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ കയ്യിലൊക്കെ തേക്കുമ്പോൾ കൈയൊക്കെ കണ്ട് നല്ല തിളക്കമുണ്ട് കേട്ടോ. പിന്നെ ഡ്രൈനെസ്സൊക്കെ പെട്ടെന്ന് മാറും. നമ്മുടെ കാലും കൈയൊക്കെ കഴിയുമ്പോഴത്തേനും അത്യാവശ്യം ഡ്രൈ ആവും. അങ്ങനെ എടുത്ത് ജസ്റ്റ് തേച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് സൂപ്പറാണ്. അത്യാവശ്യം നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ ക്രീമൊക്കെ മേടിച്ച് നമ്മളെ പൈസ വെറുതെ കളയണ്ട. ഇതുപോലെ ഒരു ഹോം മെയ്ഡായുള്ള ഒരു നാച്ചുറൽ ക്രീം അങ്ങ് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് മുഖത്ത് തേക്കാവുന്നതാണ് കേട്ടോ. മുഖത്ത് പൗഡർ ഇട്ടുകൊണ്ട് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുന്നില്ലേ. നല്ല വാസന കേട്ടോ ഈ ഒരു അലോവേറ ജെല്ലിൻ്റെ നല്ല മണമാണ്. പിന്നെ ഒരു റോസ് വാട്ടറിൻ്റെയൊക്കെ ബഞ്ചാറസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ ഉപയോഗിക്കാറ്. പണ്ട് തൊട്ടേ എങ്ങനെയുണ്ടോ ബഞ്ചാറസിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്മെല്ലൊക്കെ. അടിപൊളിയാട്ടോ. അപ്പോൾ ഈ ഒരു ക്രീമും കൂടി നിങ്ങൾ തയ്യാറാക്കാൻ മറക്കരുത്. നല്ല തണുപ്പാണ്, അതിൻ്റെ ഒപ്പം തന്നെ കാറ്റ്, ചൂട് അല്ലേ. നമ്മുടെ കൈകളും കാലിലൊക്കെ കറക്കും, പെട്ടെന്ന് തന്നെ കറക്കും. വെയിൽ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരുന്നാലും നമ്മൾ കറക്കും. അപ്പം ഈ ഒരു സെറമൊക്കെ തേച്ച് അതിൻ്റെ മുകളിൽ ഒരു സൺസ്ക്രോഷനൊക്കെ തേച്ചിട്ട് പുറത്തിറങ്ങുവാണെങ്കിൽ അന്നേരം നമ്മുടെ കൈയൊന്നും അങ്ങനെ കരുവാളിക്കൊന്നും ചെയ്യത്തില്ല. വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് തേച്ച് കൊടുക്കും. ഇത് ഫോൺസിൻ്റെ ഡപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. ക്രീം നമ്മൾ ഹോം മെയ്ഡ് ക്രീമാണ്, നമുക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അലോവേറ ജെല്ല്, വൈറ്റമിൻ ഇ ഗുളിക, റോസ് വാട്ടർ, ആൽമണ്ട് ഓയിൽ. പിന്നെ നമ്മൾ ആദ്യമൊക്കെ ഇച്ചിരി മാറിപ്പോകും, കാരണം ആൽമണ്ട് ഓയിൽ ആദ്യം എടുക്കുന്നത് കുറഞ്ഞു പോകും. പിന്നെ നമ്മൾ 2 ദിവസം കഴിയുമ്പം തീരുമല്ലോ. അന്നേരം വീണ്ടും തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടെ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഓയിലായിട്ട് വേണോ അതനുസരിച്ച് ആൽമണ്ട് ഓയിൽ ചേർക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ഹെയർ സെറത്തിൻ്റെ. അപ്പോൾ ആ ഹെയർ സെറം ഉണ്ടല്ലോ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. പുറത്ത് 1-2 ദിവസമൊക്കെ നിൽക്കുമായിരിക്കും, അത് കഴിയുമ്പം എന്തായാലും കേടാവും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് നമ്മളൊരു ചെറിയൊരു കുപ്പിക്കകത്ത് വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് കുപ്പിയിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് ഉറച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ ഒരു പാത്രമില്ലേ, പാത്രത്തിലേക്ക് അങ്ങ് വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിനകത്ത് അങ്ങനെ ഉറച്ചൊക്കെ ഇരുന്നോളും. പക്ഷേ അത് നമുക്ക് സ്പൂൺ കൊണ്ട് നമുക്ക് തോണ്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ കുപ്പിയിലൊക്കെ ഒഴിക്കുമ്പോൾ അത് ഉറച്ചതൊക്കെ മാറി കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും